പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ശ്രീമതി രേവതിയിലേക്ക് ഇപ്പോൾ സൗഹൃദത്തിന്റെ പേരിൽ തന്നെ ആരുടെയെങ്കിലും പേരുമായി ചേർത്ത് ഒരു ഗോസിപ്പ് വരുന്നു. അതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന. ഇപ്പോൾ രഞ്ജിത്തിനെ പോലെ ഒരു സുഹൃത്തിനെ കുറിച്ചൊരു ഗോസിപ്പ് വരുന്നു. ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. അപ്പൊ അതിനെ നേരിടാൻ ഈ ധൈര്യം ഉണ്ടാവുമോ? പിന്നെ ബിക്കോസ് എനിക്കറിയാം ഞങ്ങൾ ആരാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. എൻ്റെ കുടുംബത്തിനറിയാം, എൻ്റെ അനീത്തിക്കുട്ടിക്ക് അറിയാം. എനിക്ക് വേറെ ആരോടും ഒന്നും പറയാനുള്ള എനിക്ക് ആവശ്യമില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. അത് മാത്രമല്ല, സ്നേഹം പ്രകടിപ്പിക്കണം. ഒരു കെട്ടിപ്പിടി, ഒരു ഉമ്മ, അവരുടെ കൂടെ ഒരു കളി, അവരുടെ കൂടെ ഒരു കളി. ഇതൊക്കെ വേണം. അങ്ങനെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എന്താണ് അർത്ഥം വെച്ചുള്ള ഒരു ഇളി? കുറെ നേരം ആയ. എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ എൻ്റെ ഒരു കുസൃതി അവർക്ക് അറിയാം. ബിക്കോസ് സൊസൈറ്റീനോടും നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, സൊസൈറ്റീന് വേണ്ടി എപ്പോഴും നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ സൊസൈറ്റി ഒരു മയർന്നാണ്. വെറും പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ പറ്റില്ല. സോ ഐ തിങ്ക് രഞ്ജിത്ത് ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഹി ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. രഞ്ജിത്ത് ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഹി ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഒരക്ഷരം പോലും തെറ്റിയില്ല. അത് തീർച്ചയാണ്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. അല്ലാതെ ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ, എന്റെ വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.